أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗദ് അലിഹിസ്ലാത്തു വസ്സലാമിന് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം സമീപസ്ഥമാണെന്ന് അറിയിച്ചപ്പോൾ ആ മഹാത്മാവ് ജമാഅത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു രണ്ട് വിധത്തിലുള്ള ദിവ്യശക്തി പ്രഭാവങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, പ്രവാചകന്മാരുടെ കരങ്ങളിലൂടെ തൻ്റെ ശക്തി പ്രഭാവം പ്രകടമാക്കുന്നു. രണ്ട്, പ്രവാചകന്റെ വഫാത്തിനു ശേഷം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ശത്രുക്കൾ ശക്തി ആർജിക്കുകയും പ്രവർത്തനങ്ങളൊക്കെ താറുമാറായെന്ന് അവർ കരുതുകയും ജമാഅത്ത് ഇനി നാമാവശേഷമായത് തന്നെ എന്ന് ഉറപ്പിക്കുകയും അതുപോലെ ജമാഅത്തിലെ ആളുകൾ പോലും സ്വയം അങ്കലാപ്പിലാകുകയും അവരുടെ ധൈര്യം ക്ഷയിക്കുകയും നിർഭാഗ്യവാന്മാരായ പലരും മുർത്തദാകാനുള്ള മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നു. തദവസരത്തിൽ അള്ളാഹു തൻ്റെ അതിമഹത്തായ ദിവ്യശക്തി വീണ്ടും പ്രകടമാക്കിക്കൊണ്ട് വീണു തുടങ്ങുന്ന ജമാഅത്തിനെ താങ്ങി നിർത്തുന്നു. ആകയാൽ അവസാനം വരെ സഹനം കൈക്കൊള്ളുന്നവർ അള്ളാഹുവിന്റെ ഈ അത്ഭുത ദൃഷ്ടാന്തം കാണുന്നതാണ്. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഒരു അകാല മരണമാണെന്ന് ഗണിക്കപ്പെട്ടിരുന്നു. ദുഃഖഭാരത്താൽ സഹാബാക്കൾ ഉന്മാദരാകുകയും നിരവധി ബദുക്കൾ ഗ്രാമീണവാസികളായ അറബികൾ മുർത്തദ്ദാവുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എഴുന്നേൽപ്പിക്കുകയും വീണ്ടും തൻ്റെ ദിവ്യശക്തിയുടെ മാതൃക കാണിക്കുകയും ഇസ്ലാം നാമാവശേഷമാക്കപ്പെടുന്നതിൽ നിന്ന് അതിനെ അവൻ സംരക്ഷിക്കുകയും ചെയ്തു. വലയുമക്കിനന്നലഹും ദീനഹുമുല്ലസിർ തളാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അതായത് ഭയത്തിന് ശേഷം നാം അവരുടെ ചുവടുകളെ ഉറപ്പിക്കുന്നതാണ് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ പൂർത്തീകരിച്ചു. ഇങ്ങനെ തന്നെയാണ് ഹദരത്ത് മൂസ അലൈഹി ഇസ്ലാമയുടെ കാലത്തും സംഭവിച്ചത്. വാഗ്ദാനമനുസരിച്ച് ലക്ഷ്യസ്ഥാനത്ത് ബനി ഇസ്രായേലിനെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഹദരത്ത് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിന്റെയും പലസ്തീന്റെയും മാർഗമധ്യേ വഫാത്താകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അകാല മരണത്തിൽ ബനി ഇസ്രായേൽ വളരെയധികം ദുഃഖിതരായി. എത്രത്തോളം എന്നാൽ അവർ 40 ദിവസം തുടർച്ചയായി കണ്ണീർ വാർത്തുകൊണ്ടിരുന്നതായി തൗറാത്തിൽ രേഖപ്പെട്ടിരിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ടവരെ, എതിരാളികളുടെ നിരർത്ഥകങ്ങളായ രണ്ട് സന്തോഷങ്ങളെ നിഷ്പ്രഭമാക്കി തീർക്കുന്നതിന് വേണ്ടി തന്റെ സനാതന ചര്യ അനുസരിച്ച് അള്ളാഹു രണ്ട് ശക്തി പ്രഭാവങ്ങൾ വെളിപ്പെടുത്തുന്നു. ആയതിനാൽ ഇനി അള്ളാഹു തന്റെ ഈ സനാതന നടപടിക്രമം ഉപേക്ഷിച്ചു കളയുമെന്നത് സംഭവ്യമല്ല. അതുകൊണ്ട് നാം നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ ദുഃഖിതരാവുകയോ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുകയോ ചെയ്യരുത്.
എന്തെന്നാൽ രണ്ടാം ദിവ്യശക്തി പ്രഭാവം കാണേണ്ടതും നിങ്ങൾക്ക് അനിവാര്യമാണ്. അതിന്റെ ആഗമനം നിങ്ങൾക്ക് നല്ലതുമാണ്, കാരണം അത് ശാശ്വതവും അതിന്റെ ശൃംഖല അന്ത്യനാൾ വരെ കണ്ണിയറ്റ് പോകാത്തതുമാണ്. ഞാൻ പോകാത്തിടത്തോളം ആ രണ്ടാമത്തെ ദിവ്യശക്തി വരുന്നതല്ല. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തിയെ അയക്കുന്നതാണ്. ബറായിനെ അഹമ്മദിയയിലെ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അതെപ്പോഴും നിങ്ങളോടൊപ്പം നിലനിൽക്കുന്നതുമായിരിക്കും. ആ വാഗ്ദാനം എന്നെ സംബന്ധിച്ചുള്ളതല്ല തന്നെ, മറിച്ച് അത് നിങ്ങളെ പറ്റിയുള്ള വാഗ്ദാനമാകുന്നു. ഇതുപോലെ അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെയും ഞാൻ വിജയം നൽകുന്നതാണ്. ആകയാൽ എന്റെ വേർപാടിന്റെ ദിവസം നിങ്ങളിൽ പ്രകടമാകേണ്ടതും അതിനുശേഷം ശാശ്വത വാഗ്ദാനത്തിന്റെ ദിവസം വെളിപ്പെടേണ്ടതും അനിവാര്യമാകുന്നു. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ സത്യവാനും പൂർണ്ണവനും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനും ആകുന്നു. അവൻ വാഗ്ദാനം ചെയ്തതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ആ ദിവസം ലോകാവസാനത്തിന്റെ ദിനമാണെങ്കിലും ആപത്തുകൾ വളരെയേറെ ഇറങ്ങേണ്ട ഘട്ടമാണെങ്കിലും അവൻ അറിയിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ ഈ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു ദിവ്യശക്തിയുടെ രൂപത്തിലാണ് വെളിപ്പെട്ടിട്ടുള്ളത്. ഞാൻ അള്ളാഹുവിന്റെ ഒരു സമ്പൂർണ്ണ ശക്തി പ്രഭാവമാണ്. എനിക്ക് ശേഷം ചില വ്യക്തികൾ ഉണ്ടാകും. അവർ രണ്ടാം ദിവ്യശക്തിയുടെ പ്രഭാവങ്ങളായിരിക്കും. പറയുന്നു, ലോകത്തിന്റെ വിവിധ ജനസമൂഹങ്ങളിൽ വസിക്കുന്ന സൽപ്രകൃതരായവർ, അവർ ഏഷ്യയിലായാലും യൂറോപ്പിലായാലും, അവരെയെല്ലാം തൗഹീദ്, ദൈവത്തിന്റെ ഏകത്വത്തിലേക്ക് വലിച്ചെടുപ്പിക്കുകയും അങ്ങനെ തന്റെ ദാസന്മാരെ ഏകമതത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമെന്നതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. ഈ ഉദ്ദേശത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ സൗമ്യഭാവത്തിലും സൽസ്വഭാവത്തിലും പ്രാർത്ഥനകളിലും ഊന്നൽ നൽകിക്കൊണ്ട് നിങ്ങൾ ഈ ഉദ്ദേശത്തെ പിൻപറ്റേണ്ടതാണ്. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാം വഫാത്തായപ്പോൾ അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് ജമാഅത്തിനെ ഹസരത്ത് ഹക്കീം മൗലാന നൂറുദ്ദീൻ ഖലീഫത്തുൽ മസീഹ് ഒന്നാമന്റെ കൈകളിൽ ഒരുമിച്ച് കൂട്ടി. ചില ആളുകൾ അഞ്ചുമന്റെ കൈകളിലാണ് സംവിധാനം നിലനിൽക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ തന്റെ ഉരുക്കുമുഷ്ടികളാൽ ഈ ഫിത്നെ ഇല്ലാതാക്കി. ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ വേർപാടിന് ശേഷം ഹസരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി ഖിലാഫത്ത് പദവിയിൽ അവരോധിതനായി. അദ്ദേഹം ഖലീഫയാകുന്ന സമയത്തും ചില ആളുകൾ വിജ്ഞാനത്തിലും ബുദ്ധിയിലും തങ്ങൾ വലിയവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫിത്ന ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അവർ ഖിലാഫത്ത് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി ഏതാനും മാസത്തേക്ക് മാറ്റിവെപ്പിക്കുന്നതിനും അങ്ങനെ ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവസരം കിട്ടും എന്ന് കരുതിയും ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ അള്ളാഹു ഒരിക്കൽ കൂടി തന്റെ വാഗ്ദാനം അനുസരിച്ച് വിശ്വാസികളുടെ ജമാഅത്തിന് ഒറ്റ കൈയിൽ ഒരുമിച്ച് കൂട്ടി. ഖിലാഫത്തിന്റെ എതിരാളികളും കപടവിശ്വാസികളും പരാജിതരായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ഏറെക്കുറെ 52 വർഷക്കാലം നീണ്ടു നിന്നു. ലോകത്ത് മിഷൻ ഹൗസുകൾ ഒരുപാട് തുറക്കപ്പെട്ടു. ജമാഅത്തിന്റെ സംവിധാനപരമായ ചട്ടക്കൂട് സുഭദ്രമായി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ശേഷം ആ മഹാത്മാവിന്റെ നിയോഗാനന്തരം മൂന്നാം ഖിലാഫത്തിന്റെ കാലഘട്ടം ആരംഭിച്ചു. ഹസരത് മിർസ നാസിർ അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാലിസ് ആയി അള്ളാഹിന്റെ പിന്തുണയോടെയും സഹായത്തോടും കൂടി ഖിലാഫത്ത് പദവിയിൽ നിയോഗിക്കപ്പെട്ടു. പിന്നെ ദൈവേച്ഛ പ്രകാരം അദ്ദേഹം വഫാത്തായപ്പോൾ ഹസരത് മിർസ താഹിർ അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിനെ അള്ളാഹു ഹസരത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ എന്ന സ്ഥാനത്ത് അവരോധിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അള്ളാഹു എന്നെ ആ സ്ഥാനത്ത് ഉപവിഷ്ടനാക്കി. 5ാം ഖിലാഫത്ത്. എനിക്ക് ദൗർബല്യങ്ങളും ന്യൂനതകളും ഉണ്ടായിട്ട് കൂടി അള്ളാഹു ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് ജമാഅത്തിനെ പുരോഗതിയുടെ പടവുകൾ താണ്ടുന്ന അഭിവൃദ്ധിയുടെ ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലയളവിൽ ശത്രുക്കൾ ജമാഅത്തിൽ വിള്ളലുണ്ടാക്കാനും നശിപ്പിക്കാനും അതുപോലെ ഭീതി പരത്താനും
ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അഹമ്മദികളെ ഷഹീദാക്കി, രക്തസാക്ഷികളാക്കി. അതുപോലെ പലരോടും ഭൗതികമായ പ്രലോഭനങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നാൽ അള്ളാഹു അഹമ്മദികൾക്ക് ഖിലാഫത്തുമായുള്ള ബന്ധവും വിശ്വാസവും ദൃഢബോധവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏഷ്യയിലെ അഹമ്മദി ആണെങ്കിലും ശരി, യൂറോപ്പിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഉള്ളവരാണെങ്കിലും ശരി, എല്ലാവരുടെയും ഖിലാഫത്തുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നാൽ അത് അള്ളാഹുവിന് മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ജമാഅത്ത് അംഗങ്ങൾക്ക് ഖിലാഫത്തിനോടും കാലത്തിന്റെ ഖലീഫയ്ക്ക് ജമാഅത്ത് അംഗങ്ങളോടുമുള്ള സ്നേഹവും ആത്മാർത്ഥതയും സമാനതകളില്ലാത്തതാണ്. അത്തരം ഒരു ബന്ധമുണ്ടാക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഏത് രാജ്യവും സന്ദർശിക്കുമ്പോഴും എനിക്ക് ഇത്തരം ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വെറും വാചക കസരത്തുകളല്ല, മറിച്ച് ഇന്ന് ക്യാമറ കണ്ണുകൾ ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് സൂക്ഷിക്കുന്നു. MTA ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ അള്ളാഹുവിന്റെ കർമ്മസാക്ഷ്യം നിങ്ങളോടൊപ്പം തന്നെയാണെന്ന് വിരോധികളും പറയാൻ നിർബന്ധിതരാകുന്നു. മാത്രമല്ല, എനിക്ക് എല്ലാ മാസവും ആയിരക്കണക്കിന് കത്തുകൾ വരുന്നു. അത് എഴുതിയവരുടെ ജമാഅത്തുമായി ഉള്ള ആത്മാർത്ഥതയും കൂറും എത്രമാത്രമാണെന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നു. അള്ളാഹു എങ്ങനെയാണ് അവരെ ഖിലാഫത്തുമായി ബന്ധിപ്പിക്കുന്നതെന്നും അവരുടെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ് ഖിലാഫത്തിനോടുള്ള സ്നേഹവും ബന്ധവും ഉണ്ടാകുന്നതെന്നും വ്യക്തമാകുന്നു. ഇനി ഞാൻ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിലേക്ക് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതിനെ പറ്റിയും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് ശേഷം ആരംഭിച്ച അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അള്ളാഹുവിന്റെ പ്രത്യേക സഹായങ്ങൾക്ക് വിധേയമാണെന്നും ഉള്ളതിലേക്ക് ചില കത്തുകളുടെ മാതൃകകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ടൻസാനിയയിലെ മൊൻസിർ എന്ന റീജിയനിലുള്ള ഒരു മൗലവി സാഹിബ് അവിടെ നിന്നും ഇപ്രകാരം റിപ്പോർട്ടർ എഴുതുന്നു: ഒരു ദിവസം ഫജർ നമസ്കാര ശേഷം മുബല്ലിഗിനോടൊപ്പം ജമാഅത്ത് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോയി. ളുഹർ നമസ്കാരത്തിന് മുമ്പ് മസ്ജിദിൽ തിരിച്ചെത്തിയപ്പോൾ മസ്ജിദിന്റെ കോണിപ്പടിയിൽ ഒരു സ്ത്രീയെ എനിക്ക് കാണാൻ സാധിച്ചു. കാര്യം തിരക്കിയപ്പോൾ അവർ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. അവർ കരുതിയിട്ടുണ്ടാകുക അനഹമ്മദി മുസ്ലിങ്ങൾ നടത്തുന്നത് പോലെ ദമ്മ് ചെയ്യലും ഊത്തും കെട്ടുമൊക്കെ ഉള്ള ആചാരങ്ങൾ ഇവിടെയുമുണ്ടെന്ന് ചിലപ്പോൾ അവർ കരുതി കാണും. ഈ കാര്യങ്ങൾ ആഫ്രിക്കക്കാർക്കിടയിൽ വളരെയധികം പ്രചാരം നേടിയതാണ്. ഏതായാലും മൊറബി സാഹിബ് അവർക്ക് ജമാഅത്തിന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് വേണ്ടി അവിടെ തന്നെ ദുആയും ചെയ്തു. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ നീണ്ട താടിയുള്ള ഗോതമ്പ് നിറമുള്ള വ്യക്തി ഈ മൊറബി സാഹിബ് ഇപ്പോൾ പറഞ്ഞു തന്നതുപോലെ എനിക്ക് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായി ഞാൻ കാണുന്നു. അപ്പോൾ അവർക്ക് അഹമ്മദി ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെയും ഖലീഫമാരുടെയും ഫോട്ടോകളും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ രൂപം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെയും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെയും പോലെയാണ്. അതിനുശേഷം ആ സ്ത്രീ തന്റെ 3 മക്കളോടൊപ്പം ജമാഅത്തിൽ ബൈഅത്ത് ചെയ്ത് പ്രവേശിച്ചു. ഈ കാലഘട്ടത്തിലും ഹസ്രത്ത് മസീഹ് മൗഊദിന്റെ കൂടെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ രൂപവും അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇന്തോനേഷ്യയിലെ വെസ്റ്റ് കാലിമന്താൻ എന്ന സംസ്ഥാനത്തുള്ള ഒരു പ്രദേശത്തിൽ അബ്ദുള്ള എന്ന ഒരാളുണ്ട്. അദ്ദേഹം തൻ്റെ ഭാര്യ മക്കളോടൊപ്പം ബയ്യത്ത് ചെയ്തു. 2019 മുതലാണ് അദ്ദേഹം ജമാഅത്തുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത്. അവിടെയുള്ള മുബല്ലിഗിന്റെ സംസാരങ്ങളിൽ അദ്ദേഹം വളരെയധികം പ്രഭാവിതനായിരുന്നു. അതുകൊണ്ട് എപ്പോഴും മസ്ജിദിൽ വന്നും പോയും ഇരുന്നു. കാരണം അദ്ദേഹം കരുതിയിരുന്നത് ഇതര മുസ്ലിം മൗലവിമാരിൽ നിന്നും ഇദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ് എന്നായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം ഇങ്ങനെ നമ്മുടെ മിഷണറുമായി അടുക്കാൻ തുടങ്ങിയപ്പോൾ
ആ പ്രദേശത്തുള്ള മൗലവിമാരും നാട്ടുകാരും അദ്ദേഹത്തിന് മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പുറത്താക്കിയും പള്ളിയിൽ പോലും വരാൻ സമ്മതിക്കാതെ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു ചുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു. അതെന്നെ മുക്കിക്കൊല്ലുമെന്ന് തോന്നി. എന്നാൽ ഒരു മഹാത്മാവ് എന്നെ രക്ഷിക്കാൻ വന്നു. അദ്ദേഹം ജുബ്ബയാണ് ഇട്ടിരുന്നത്. കയ്യിലൊരു ഊന്നുവടിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുബല്ലിഗ് സാഹിബ് ഹസരത്ത് മസൂദ് ഇസ്ലാമിന്റെ ഊന്നുവടി പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം വിറകൊണ്ട് പറഞ്ഞു, ഈ മഹാത്മാവ് തന്നെയാണ് സ്വപ്നത്തിൽ എന്നെ തൻ്റെ വടി കൊണ്ട് ചുഴിയിൽ നിന്ന് രക്ഷിച്ചത്. ഇതേപോലെ അദ്ദേഹത്തിന്റെ മകനും അതുപോലെ സ്വപ്നം കണ്ടു. പിതാവ് മാത്രമല്ല, മകനും സ്വപ്നം കണ്ടു. അദ്ദേഹം ഒരുപാട് പേരെ കണ്ടു സ്വപ്നത്തിൽ. അപ്പോൾ നമ്മുടെ മുബല്ലിഗ് സാഹിബ് അദ്ദേഹത്തിന് ഹസരത്ത് മസൂദ് ഇസ്ലാമിന്റെ ഫോട്ടോയോടൊപ്പം ഖലീഫമാരുടെ മറ്റു ഫോട്ടോകളും കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളുകളിൽ ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസും ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും അതുപോലെ ഞാനും 5ാം ഖലീഫയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവർ എല്ലാവരും ഞാൻ കണ്ട അതേ ആളുകൾ തന്നെയാണ്. അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയും കാണിച്ചു കൊടുക്കുന്നു. അതായത് ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള ഖിലാഫത്ത് സംവിധാനം ശൃംഖലയായുള്ളതും തുടർച്ചയായുള്ളതും നിലച്ചു പോകാത്തതുമാകുന്നു. ഏതായിരുന്നാലും ഈ സ്വപ്നങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബവും ബൈഅത്ത് ചെയ്തു. സത്യസന്ധമായ അന്വേഷണ ത്വര ഉണ്ടെങ്കിൽ അള്ളാഹു വഴി കാണിക്കുന്നതാണ്. ഇന്തോനേഷ്യയിലെ തെക്കൻ സംസ്ഥാനത്തുള്ള ബാറു എന്ന സ്ഥലത്ത് ഒരു സംഭവം അരങ്ങേറി. നമ്മുടെ അമീർ സാഹിബ് എഴുതുന്നു, ഒരിക്കൽ നമ്മുടെ മുബല്ലിഗ് മസ്ജിദിൽ ഫജർ നമസ്കരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ജമാത്തിൽ കൂടി. അയാൾ പറഞ്ഞു, അയാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഭാര്യയുടെ കുടുംബക്കാരെ കാണാൻ വേണ്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. സംസാരത്തിനിടയിൽ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു, ഒരിക്കൽ പ്രയാസഭരിതമായ ഒരു ഘട്ടത്തിൽ വെള്ളത്താടിയും തലപ്പാവുമുള്ള ഒരു മഹാത്മാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സ്വപ്നത്തിൽ ഞാൻ കണ്ടു. സ്വപ്നത്തിൽ ആ തലപ്പാവ് ഉള്ള ആൾ പറഞ്ഞു, 40 ദിവസം വരെ എല്ലാ ദിവസവും ഫജർ നമസ്കാര ശേഷം സദക്ക കൊടുക്കുകയാണെങ്കിൽ പ്രയാസങ്ങൾ അകന്നു പോകുന്നതാണ്. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ചെയ്തു തുടങ്ങി. 20ാമത്തെ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അകന്നു തുടങ്ങി. പല രീതിയിലുള്ള ജോലികളും സൗകര്യങ്ങളും കിട്ടിത്തുടങ്ങി. അദ്ദേഹം പറയുന്നു, ഏകദേശം 3 മാസം മുമ്പ് വെള്ളത്താടിയും തലപ്പാവും ഉള്ള വ്യക്തി വീണ്ടും സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പഴങ്ങൾ പറിക്കാനായി അദ്ദേഹത്തെയും കൂട്ടി കുന്നിന് മുകളിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ഈ സ്വപ്നം തക്വയുടെ അടയാളം സൂക്ഷിക്കുന്നവർക്ക് മുന്നിൽ മാത്രം പറയുക. ഏതായിരുന്നാലും അതിനുശേഷം മുബല്ലിഗ് അദ്ദേഹത്തിന് എല്ലാ ഖലീഫമാരുടെയും ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അതിശയത്തോടെ കൂടി ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിന്റെ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ മഹാത്മാവിനെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ അദ്ദേഹവും ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. മാലി എന്ന രാഷ്ട്രത്തിൽ വസിക്കുന്ന സറാജി എന്ന പേരുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുബല്ലിഗ് പറയുന്നു, വളരെ ആത്മാർത്ഥതയുള്ള സ്ത്രീയാണ്. അടുത്തുള്ള ഗ്രാമങ്ങളിൽ എവിടെ തബ്ലീഗ് പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞാലും തന്നെ സൈക്കിളിലിരുത്തി അത് കേൾക്കുന്നതിന് കൊണ്ടുപോകണമെന്ന് തൻ്റെ മക്കളോട് പറയുമായിരുന്നു. അവർ പറയുന്നു, അഹമ്മദിയാകുന്നതിന് മുമ്പ് 2 ശബ്ദങ്ങൾ സ്വപ്നത്തിൽ ഞാൻ കേട്ടിരുന്നു. ഒന്ന്, എൻ്റെ ഖുത്ബയിൽ ഞാൻ ഓതുന്ന തശഹുദിൻ്റെയും സൂറ ഫാത്തിഹയുടെയും പാരായണം ചെയ്യുന്ന ശബ്ദമാണ്. രണ്ടാമത്തത് അവിടെയുള്ള മുബല്ലിഗായ മാസ് സാഹിബിന്റെ തബ്ലീഗ് ചെയ്യുന്ന ശബ്ദമാണ്. ആ സ്ത്രീ പറയുന്നു, എനിക്ക് സ്വപ്നത്തിൽ വരുന്ന ഈ ശബ്ദങ്ങൾ എന്താണെന്ന കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. ജമാഅത്തിന്റെ റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുകയും അവർ റേഡിയോയിൽ എൻ്റെ ഖുത്ബകളും തിലാവത്തും മറ്റ് തബ്ലീഗ് പരിപാടികളും കേട്ടപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കേട്ട അതേ ശബ്ദങ്ങളാണ് ഇതെന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ ഈ കാര്യം അവർക്ക് ജമാഅത്ത് സ്വീകരിക്കുന്നതിന് നിമിത്തമായി. ക്യാമറൂൺ എന്ന രാജ്യത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇനി അവതരിപ്പിക്കുന്നത്. അബ്ദുറഹ്മാൻ ബേല എന്ന യുവാവ് താൻ അഹമ്മദിയായ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഏതാനും വർഷം മുമ്പ് ഞാൻ 2 മഹാത്മാക്കളെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അവരിൽ ഒരാൾ എന്നോട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ടൗണിൽ മോട്ടോർ സൈക്കിളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിത ചെലവ് കണ്ടെത്തുന്നു.
രണ്ടാമത്തെ ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഒഴിവാക്കി ഇവിടെ വന്ന് നമസ്കരിക്കുക. അങ്ങനെ ഞാൻ നമസ്കരിച്ചു. അതിനുശേഷം ഉറക്കമുണർന്നു. അദ്ദേഹം പറയുന്നു, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അങ്ങാടിയിൽ പാംഫ്ലെറ്റ് വിതരണം ചെയ്യുന്ന ഒരു യുവാവിനെ കണ്ടു. ഈ പാംഫ്ലെറ്റുകൾ അഹമ്മദിയ ജമാത്തിൻ്റെതായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് അത് ശ്രദ്ധാപൂർവ്വം നോക്കുകയും വായിക്കുകയും ചെയ്തു. ആ പാംഫ്ലെറ്റ് വായിച്ചപ്പോൾ അതിൽ ഒരു മഹാത്മാവിന്റെ ഫോട്ടോ കാണാനിടയായി. അത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ഫോട്ടോ ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ ജമാഅത്തുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവിടെയുള്ള മുബല്ലിഗുമായി അദ്ദേഹത്തിന് ബന്ധം വർദ്ധിക്കുകയും ചെയ്തു. കൂടുതൽ ലിറ്ററേച്ചർ കരസ്ഥമാക്കി. അദ്ദേഹം സ്വപ്നത്തിൽ ആദ്യം കണ്ട വ്യക്തിയുടെ ഫോട്ടോ മറ്റ് സാഹിത്യങ്ങളിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ആ ഫോട്ടോ എൻ്റേതായിരുന്നു. അദ്ദേഹം പറയുന്നു, രണ്ടാമത്തെ ചിത്രം ഇപ്പോഴത്തെ നിലവിലെ ഖലീഫയുടേതായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പേര് കേട്ടിരുന്നെങ്കിലും കൂടുതൽ അറിയുമായിരുന്നില്ല ജമാഅത്തിനെ കുറിച്ച്. എന്നാൽ സ്വപ്നത്തിൽ എന്നോട് നമസ്കരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ജമാഅത്തിന്റെ നിലവിലെ ഖലീഫയായിരുന്നു. അദ്ദേഹം എന്നെ നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചതും ഞാൻ നമസ്കരിപ്പിച്ചതിൻ്റെയൊക്കെ അനുഗ്രഹമായിരിക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഗ്രാമത്തലവൻ മരണപ്പെട്ടു. യാദൃശ്ചികമായി അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അദ്ദേഹത്തിന്റെ വസിയത്ത് അനുസരിച്ച് എന്നെ ഗ്രാമത്തലവനാക്കി ആദരിച്ചു. അദ്ദേഹം പറയുന്നു, അഹമ്മദി ജമാഅത്ത് കാരണമാണ് എനിക്ക് ആ അന്തസ് ലഭിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗിനി ബസാവ് എന്ന രാജ്യത്തിലെ മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, ഇവിടെ ഒരു സ്ഥലത്ത് മാരിയ സാഹിബ എന്ന് പേരുള്ള ഒരു സ്ത്രീയുണ്ട്. അവരുടെ 2 ആൺമക്കൾ അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ ഈ ആയിഷ മാരിയ എന്ന് പേരുള്ള സ്ത്രീയുടെ ജമാഅത്തിന്റെ ബദ്ധവൈരിയായ മൂത്ത സഹോദരൻ, അയാളാണ് ആയിഷയും കുടുംബത്തെയും സംരക്ഷിക്കുകയും റേഷനും മറ്റും എത്തിക്കുകയും ചെയ്യുന്നത്. അയാൾ തൻ്റെ സഹോദരിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അഹമ്മദിയത്തെ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എല്ലാ സഹായവും നിർത്തലാക്കുന്നതാണ്. എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല. അങ്ങനെ മുന്നറിയിപ്പ് നൽകി. ഇത് കേട്ടപ്പോൾ ആയിഷ വളരെ അസ്വസ്ഥയായി. മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അഹമ്മദിയത്തെ ഒഴിവാക്കണം. പക്ഷെ മക്കൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ്, ഞങ്ങൾ ഒരിക്കലും അഹമ്മദിയത്തെ ഒഴിവാക്കുന്നതല്ല. മക്കളുടെ ഈ മറുപടി കേട്ടപ്പോൾ ആയിഷ കുറെ കൂടി പരിഭ്രാന്തിയായി. എന്തു ചെയ്യണമെന്ന് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. 2 നാളുകൾക്ക് ശേഷം പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ ഞാൻ വളരെ അസ്വസ്ഥതയായും ഉച്ചത്തിലും കരയുന്നതായി കണ്ടു. ഇത്രയും ആയപ്പോഴേക്കും വെള്ള വസ്ത്രധാരിയായ ഒരു താടിക്കാരൻ അവരെ വിളിച്ച് കരയുന്നതിനുള്ള കാരണം അന്വേഷിച്ചു. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. തുടർന്ന് അദ്ദേഹം സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ മക്കൾ അവരുടെ എല്ലാവരുടെയും മേൽ വിജയം നേടുന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. സ്വപ്നത്തിന് ശേഷം അവരുടെ മനസ്സിനും സമാധാനമായി. നേരം വെളുത്തതും അവർ നമ്മുടെ മിഷനറിക്ക് വന്ന് സ്വപ്നം കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മിഷണറി സാഹിബ് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹം തന്നെയാണ് സ്വപ്നത്തിൽ വന്ന് എനിക്ക് സ്വാതന്ത്ര്യമേകിയത്. ഇപ്പോൾ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ആത്മാർത്ഥതയുള്ള അഹമ്മദിയും ലജ്നയുടെ പരിപാടികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സ്ത്രീയുമാണ്. കീനിയയിലുള്ളൊരു സംഭവമുണ്ട്. നെക്കോറോ റീജിയനിലുള്ള ബാട്ടി എന്ന സ്ഥലത്ത് നമ്മുടെ ജമാഅത്തുണ്ട്. ഈ പ്രദേശം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. ചെറിയൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തും 550ഓളം ചർച്ചുകളുണ്ട്. അവിടെ മുസ്ലിങ്ങളുടേതായി ഒരു അഹമ്മദി സെന്റർ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം അവിടെയുള്ള ഒരു മുസ്ലിം നമ്മുടെ സെന്ററിൽ വന്ന് നമസ്കാരത്തിൽ പങ്കെടുത്തു. നമസ്കാര ശേഷം അയാളുടെ പേര് മുഹമ്മദ് അബ്ദി എന്നാണെന്നും അവിടെയുള്ള പ്രദേശവാസിയാണെന്നും പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു നമസ്കാര സെന്റർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമസ്കരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന് ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ജമാഅത്തിനോട് എതിർപ്പ് ഉണ്ടായിരുന്ന ആളാണെന്ന് മനസ്സിലായി. ഒരു ദിവസം വഴിയിൽ വെച്ച് വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു,
നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുസ്ലിം സഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ സെന്ററിൽ വന്ന് നമസ്കരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇനി എന്തെങ്കിലും മുൻകരുതലുകൾ ആണെങ്കിൽ അതെല്ലാം सुबह होते ही उन्होंने ख्वाब हमारे मिशनरी को सुनाई और जब उनको मिशनरी साहब ने मेरी तस्वीर दिखाई तो उन्होंने कहा ये तो वही शख्स थे जो मुझे ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സങ്കോചം ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. से नहायत मुखलिस अहमद ഞങ്ങൾ മറുപടി നൽകാവുന്നതാണ്. और लेजना के हर काम में सफ़े अव्वल में शामिल പറയുന്നു, അയാളുടെ മനസ്സ് വിശാലമാക്കുന്നതിന് വേണ്ടി ഞാനും ദുആ ചെയ്തു. दुनिया കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മദ് അബ്ദി എന്നു പേരുള്ള അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് MTA തുറന്നിരിക്കുകയായിരുന്നു. पार्टी में അവിടെ എൻ്റെ ഖുത്ബ MTAയിൽ വന്നുകൊണ്ടിരുന്നു. കുറേ സമയം വളരെ സൂക്ഷ്മതയോടെ ईसाई ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി. छोटा सा कस्बा है ഖുത്ബ അവസാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 550 के करीब कहते हैं चर्च है പറയുന്നു, എനിക്ക് വളരെ അതിശയമുണ്ടായി. सेंटर है एक दिन एक शख्स जो मुसलमान था ഒരു അഹമ്മദിയ വിരോധിയായ വ്യക്തിക്ക് പെട്ടെന്ന് എന്തു മാറ്റമാണ് ഉണ്ടായത്? से फारग हुआ उसने बताया कि इसका नाम ഞാൻ ബയ്യത്തിനുള്ള കാരണം തിരക്കി. वो यहाँ का मुकामी है कहने അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രിയുടെ അന്ത്യയാമത്തിൽ ഉറക്കമുണർന്നപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ ദൃഷ്ടികളിൽ പെട്ടെന്ന് ആകാശത്തേക്ക് പതിഞ്ഞു. അവിടെ पर उसने कुछ ऐसी പ്രകാശമുള്ള ഒരു വസ്തു എനിക്ക് കാണപ്പെട്ടു. അത് എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തിയായി സ്വാധീനം ചെലുത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് വന്ന് ഖലീഫയുടെ ഖുത്ബ കേട്ടപ്പോൾ രാത്രി കണ്ട ചിത്രം എൻ്റെ മനസ്സിൽ ठीक है इख्तिलाफ तो में है लेकिन कोई बात नहीं तो हमारे सेंटर आ जाया करो नमाज पढ़ने अगर कुछ പൂർത്തിയാക്കിയുണ്ടായി. बात है तुम्हारे या सवालात हैं അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ മുഴുവൻ കുടുംബവും हम जवाब देंगे സമേതം ബയ്യത്ത് ചെയ്ത് ജമാത്തിൽ പ്രവേശിക്കുകയാണ്. ഒരു ശത്രുവിന് അള്ളാഹു അഹമ്മദിയത്തിന്റെ സത്യം ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, മറിച്ച് അയാളുടെ ഹൃദയത്തിൽ ഖിലാഫത്തിനോടുള്ള ബന്ധവും ഉണ്ടാക്കുന്നു. ഇത് ഏതെങ്കിലും മനുഷ്യ പ്രയത്നങ്ങളുടെ ഫലമായാണോ ഉണ്ടാകുന്നത്? चल रहा था घर में ക്യാമറൂണിലുള്ള മർവ എന്ന പട്ടണത്തിലെ खुतबा लगा हुआ था MTA पर काफ़ी देर गौर से ഒരു സ്കൂൾ അധ്യാപകനായ സുലൈമാൻ സാഹിബ് പറയുന്നു, ഞാൻ കേബിളിൽ MTA പ്രോഗ്രാം കണ്ടു. कहने लगा അതിൽ അഹമ്മദി ജമാഅത്തിന്റെ ഖലീഫ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഹമ്മദിയ ജമാഅത്തിന് ഇമാം വളരെ നല്ല രീതിയിൽ സരളമായി മറുപടി കൊടുത്തു. മാത്രമല്ല, അതിൽ അദ്ദേഹം വളരെ ശക്തരായ രാഷ്ട്രങ്ങളുടെ തലവന്മാർക്ക് കത്ത് അയച്ചു എന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും പറഞ്ഞിരുന്നു. मेरी आंख खुली तो मैं बाहर सैन में निकला तो अचानक मेरी नज़र आसमान की तरफ पड़ी तो कोई रोशन चीज़ मुझे नज़र आई जिसका मेरे दिल पर बहुत गहरा रोब और असर था और अब जब आपके पास आया हूँ മാത്രമല്ല, അദ്ദേഹം വളരെ ശക്തമായി രാഷ്ട്രങ്ങളുടെ തലവന്മാർക്ക് കത്തയച്ചെന്നും जब मैंने देखा खलीफा का खुतबा ഇപ്പോൾ ലോക സമാധാനം സ്ഥാപിതമാകുന്നില്ലെങ്കിൽ നീതി നടപ്പിലാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്നത് വളരെ ഭയാനക സങ്കീർണമായ അവസ്ഥയാണ് എന്നും പറഞ്ഞു. अल्लाह ताला ना सिर्फ अहमदियत की सच्चाई उस पर जाहिर फरमाता है बल्कि खिलाफत से ताल्लुक़ भी इसके दिल में पैदा फरमाता है ये किसी इंसानी कोशिश से नहीं हो सकता ഉസൂറ കുട്ടിക്ക് മറുപടി നൽകിയതാണ്. പറയുന്നു, ഇക്കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അഹമ്മദിയ ജമാഅത്തിലെ ഏതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. ഒരു ദിവസം മർവ പട്ടണത്തിലെ പ്രാദേശിക ടിവിയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം നൽകുന്ന ഖുത്ബയുടെ പ്രാദേശിക ഭാഷയിലുള്ള തർജ്ജമ വരുന്നുണ്ടായിരുന്നു. TV സ്ക്രീനിൽ സദർ ജമാഅത്തിന്റെ ഫോൺ നമ്പർ വന്നപ്പോൾ ഞാൻ ജമാഅത്തുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം ജമാഅത്തിന്റെ സാഹിത്യങ്ങളും ഖലീഫത്തുൽ മസീഹിന്റെ ഗ്രന്ഥമായ വേൾഡ് ക്രൈസിസും വായിച്ചതിനു ശേഷം എനിക്ക് മനസ്സമാധാനമായി. और ये भी कहा कि मैंने दुनिया के ताकतों के बहुत ताकतवर मुल्कों के सदरों को खत लिखे हैं मतलब 90 भी किया है उनको अगर इस वक्त दुनिया में अमन कायम न किया और दुनिया में इंसाफ कायम न किया തുടർന്ന് ഞാൻ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഒലിം സാഹിബ് പറയുന്നു, ഇപ്പോൾ അദ്ദേഹം ജമാഅത്തിലെ ഊർജ്ജസ്വലനായ അംഗമാണ്. कि मैं जमात के സിയറലിയോണിലെ മൊബൈലിൽ എഴുതുന്നു, ഇബ്രാഹിം എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം मरवा शहर के लोग MTAയിൽ എൻ്റെ ഖുത്ബകൾ കേട്ടിരുന്നു. वहाँ की मुकामी ज़ुबान में इमाम जमात अहमदिया का खुतबा का तर्जुमा आ रहा था टीवी स्क्रीन पर सदर जमात का फ़ोन नंबर आया അദ്ദേഹം ജമാഅത്തിന്റെ വിരോധിയൊന്നും ആയിരുന്നില്ല, എന്നാൽ അഹമ്മദിയുമായിരുന്നില്ല. इसके बाद जमात का लिटरेचर पढ़ा
മൗലവിമാർ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ നൽകുന്ന പാഠങ്ങൾ കള്ളമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞു തുടങ്ങി. അദ്ദേഹം മൗലവിമാർ അഹമ്മദിയ ജമാഅത്തിന് നൽകുന്ന പാഠങ്ങൾ കളവിൽ അധിഷ്ഠിതമാണെന്ന് ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ നേരിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നും ടിവിയിൽ അദ്ദേഹം ഖുറാനിക തെളിവുകൾ നൽകുന്നുവെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ഉച്ചരിക്കുകയും ഹദീസുകൾ വിവരിക്കുകയും ചെയ്യുന്നുവെന്നും തുറന്ന നിലയിൽ എല്ലാവരോടും പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ അഹമ്മദികളുടെ കലിമയും മുസ്ലിങ്ങളുടെ കലിമ തന്നെയാണ്. എല്ലാം ഇസ്ലാമിക അധ്യാപനം അനുസരിച്ചാണ്. അതുകൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എങ്ങനെ കള്ളമാകും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം തുറന്ന നിലയിൽ ആളുകളോട് സംസാരിച്ചു തുടങ്ങി. അതിനുശേഷം അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിക്കും ചന്ത കൊടുത്തു തുടങ്ങുകയും ചെയ്തു. വളരെ ആത്മാർത്ഥതയുള്ള അഹമ്മദിയാണ് ഇന്ന് അദ്ദേഹം. ട്രിനിറ്റാട്ടിലെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു നവ അഹമ്മദി സ്ത്രീ ഷെരീദ സാഹിബ കഴിഞ്ഞ വർഷമാണ് ഭർത്താവിനോടൊപ്പം ബയ്യത്ത് ചെയ്ത് ജമാത്തിൽ പ്രവേശിച്ചത്. അവർ കഴിഞ്ഞ വർഷം തൻ്റെ 2 മുസ്ലിം സഹോദരിമാരെയും അയൽക്കാരെയും തൻ്റെ വീട്ടിൽ ടിവിയിലൂടെ UK ജൽസ കാണാൻ ക്ഷണിച്ചിരുന്നു. ഇവർ ജൽസയുടെ എല്ലാ ഏർപ്പാടുകളിലും വളരെയധികം ആകൃഷ്ടയായി. പ്രത്യേകിച്ചും എൻ്റെ പ്രസംഗങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്താണ് യഥാർത്ഥ ഇസ്ലാം എന്നും എല്ലാ ഇസ്ലാമിക വിഭാഗങ്ങളും ഇതുപോലെ ആയിത്തീർന്നാൽ ഇസ്ലാമിന് ലോകത്ത് വിജയിക്കാൻ കഴിയുമെന്നും അവർ പറയുകയുണ്ടായി. ആ സ്ത്രീ പറയുന്നു, ഖലീഫത്തുൽ മസീഹിനെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ കാൽച്ചോട്ടിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് പ്രതീതിയുണ്ടായി. കുറച്ചു കാലശേഷം അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. എന്നാൽ അവർ തന്റെ വീട് ജമാഅത്തിന്റെ പേരിൽ വസിയത്ത് ചെയ്തിരുന്നു. ജമാഅത്തിന്റെ പേരിലാകുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിർഗിസ്ഥാനിലെ സുൽത്താൻ അത്താവ് ഖാൻ എന്നു പേരുള്ള ഒരു അഹമ്മദി ഉണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ മകനും ഭാര്യയ്ക്കും ബൈഅത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു. ഞാൻ 2017 എല്ലാ ജുമകൾക്കും ജമാഅത്തി മിഷൻ ഹൗസിൽ പോകാൻ തുടങ്ങി. ഞാനും ഭാര്യയും പണ്ടിയിൽ ജുമ നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന്റെ മിഷൻ ഹൗസിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ 12 കിലോമീറ്റർ യാത്രയിൽ ഞങ്ങൾ എപ്പോഴും ഖലീഫത്തുൽ മസീഹിന്റെ ഖുതുബ റെക്കോർഡിംഗ് കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഖുതുബ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ചിന്താഗതികൾ വളരെ സുദൃഢമായി കൊണ്ടിരുന്നു. അങ്ങനെ ഈ വർഷം മെയ് 2-ാം തീയതി പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ ഈദ് ദിവസം ഞാൻ ബൈഅത്ത് ചെയ്തു. ഇത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. പറയുന്നു, ഇത് ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ പല കാരണത്താൽ വിട്ടുപോയതാണ്. ഞാൻ കാര്യങ്ങൾ സംക്ഷിപ്തമായാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വിവരണാതീതമാണ്. ഞാൻ എല്ലാ നമസ്കാരങ്ങളിലും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ജുമാ നമസ്കാരവും എനിക്ക് എപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. പാരഗ്വായിലുള്ള ഒരു സ്ത്രീ ലിസ പറയുന്നു, അള്ളാഹു ഓരോരുത്തർക്കും ഹിദായത്ത് നൽകുന്നതിന്, സന്മാർഗം കാണിക്കുന്നതിന് വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുന്നു. ഇസ്ലാം അഹമ്മദിയത്തിലേക്കുള്ള എൻ്റെ യാത്ര കൊറോണ വ്യാധിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഒഴിവു സമയങ്ങളിൽ എന്തെങ്കിലും ഭാഷ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈൻ അറബി പഠിക്കാൻ തുടങ്ങി. അറബി മുഖേന എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അങ്ങനെ വായനയും ആരംഭിച്ചു. ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നപ്പോൾ അവിടെ കോഫി കേക്ക് ആൻഡ് ഇസ്ലാം എന്ന പേരിൽ മസ്ജിദിൽ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നതിനുള്ള ക്ഷണക്കത്ത് വന്നതായി കണ്ടു. ഞാൻ അതിൽ പേര് രജിസ്റ്റർ ചെയ്തു. സമയത്തിന് ഹാജരായി. അവിടെ മൊറബി സാഹിബുമായും അദ്ദേഹത്തിന്റെ ഭാര്യയുമായും ഞാൻ കൂടിക്കാഴ്ച നടത്തി. എന്റെ മനസ്സിൽ ആദ്യമുണ്ടായ സംശയം മസ്ജിദിൽ അറബികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നായിരുന്നു. എന്നാൽ അവിടെ പോയി ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും പുതുമയുള്ളതായിരുന്നു.
ഇസ്ലാം ദീനിന്റെ ഒരു കാര്യത്തിലും ബലാത്കാരമില്ലെന്നും ഇസ്ലാം തികച്ചും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മതമാണെന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞു. साहब और की अहलिया नाम रबी साहब की अहलिया के साथ मुस्तकिल रब्ता रहा. मैंने इनसे बहुत से सवालात किए. ആ രാത്രി ഞാൻ മസ്ജിദിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മൊറബി സാഹിബിന്റെ ഭാര്യയുമായി ഞാൻ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ അവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. उठते बैठते इस्लाम के मुतालिक सोचती रहती. एक दिन मेरे खामन मुझे मस्जिद से लेने आए. അവരുടെ വിവിധ ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ തുടങ്ങി. बता रही थी നമസ്കാരം മുഴുവനും മനഃപ്പാഠം പഠിക്കണമെന്നും ഞാൻ इस पर वो मुझे ദൃഢനിശ്ചയമെടുത്തു. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞു. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇസ്ലാമിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങി. और मेरी आंखों में आंसू आ गए क्योंकि उस वक्त मैं अपनी ज़िंदगी में सिर्फ यही चाहती थी कि मुसलमान हो जाऊं. ഒരു ദിവസം എൻ്റെ ഭർത്താവ് മസ്ജിദിൽ നിന്ന് बहरहाल इसके बाद मैंने अहमदी मुसलमान होने എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ആകുന്നില്ല? അത് കേട്ടപ്പോൾ ഞാൻ തികച്ചും സ്തബ്ധയായി. എൻ്റെ കണ്ണുകൾ അശ്രു പൊഴിച്ചു. കാരണം ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇനി മുസ്ലിം ആകണമെന്നുള്ള ഒറ്റൊരു ആഗ്രഹം മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ തീരുമാനമായിരുന്നു. ഏതായിരുന്നാലും അതിനുശേഷം ഞാൻ അഹമ്മദി മുസ്ലിം ആകാൻ തീരുമാനമെടുത്തു. ഞാൻ ജമാഅത്തിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. കൃത്യമായി കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കേട്ടു. ഞാൻ ശരിയായ പാതയിലാണെന്ന് എനിക്ക് ബോധ്യമായി. നമ്മുടെ പക്കൽ ഹിദായത്തുണ്ട്, നമ്മുടെ പക്കൽ ഒരു ഇമാമുണ്ട്. അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് തൃപ്തി കൈവരിച്ചിരിക്കുന്നു. അവർ ബയത്ത് ചെയ്ത് ഏതാനും മാസങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവും ബയത്ത് ചെയ്തു പ്രവേശിച്ചു. ഇപ്പോൾ ഇവർ പെരഗോ ജമാഅത്തിലെ വളരെ ആത്മാർത്ഥതയുള്ള സജീവ അംഗങ്ങളാണ്. साहब हैं वो टाटू साहब अपने 8 अफराद की फैमिली समेत बैत की. കോങ്കോ കുൻഷാസയിലെ उसके बाद उन्होंने तबलीग भी शुरू कर दी. മുക്കാവ് പട്ടണത്തിനടുത്ത് ഒരു ചെറിയ ഗ്രാമപ്രദേശമുണ്ട്. 62 अफराद और जमात में शामिल हुए. അവിടെ ഉണ്ടായിരുന്നു दोस्त का कहना है അഹമ്മദ് ബട്ടാട്ടോ സാഹിബ്. തന്റെ കുടുംബത്തിലെ 8 അംഗങ്ങളോടൊപ്പം അദ്ദേഹം ബൈത്ത് ചെയ്ത് ജമാത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ തബ്ലീഗ് ഫലമായി 62 ആളുകൾ കൂടി ജമാത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം പറയുന്ന അഹമ്മദിയ ജമാത്തിൽ ചേരുന്നതിനുള്ള ഏറ്റവും വലിയ നിമിത്തമായത് കാലത്തിന്റെ ഖലീഫയുടെ വ്യക്തിത്വവും ഖിലാഫത്ത് സംവിധാനവുമാണ്. अमीर साहब कहते हैं അമീർ സാഹിബ് പറയുന്നു, मैं इनको ऑनलाइन कुरान पढ़ा रहा था. ഞാൻ അദ്ദേഹത്തിന് ഓൺലൈൻ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അഹമ്മദി ജമാത്തിൽ വരുന്നതിന് മുമ്പ് സുന്നി മുസ്ലിം ആയിരുന്നു ഞാൻ. അദ്ദേഹം ആ സമയങ്ങളിലൊക്കെ എന്തിനാണ് സുന്നി മുസ്ലിങ്ങൾ नफरत क्यों फैलाते हैं? दूसरे ये कि വെറുപ്പ് പ്രചരിപ്പിക്കുന്നതെന്നും और अगर ये हक पर हैं അതുപോലെ അവർക്കിടയിൽ തന്നെ എന്തുകൊണ്ട് ഇത്രയധികം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും ഉണ്ടെന്നും അവർ സത്യത്തിലാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് कश्मकश के दौरान एमटीए पर ഒരു खलीफतुल നേതാവ് പിൻപറ്റാനായി ഇല്ല എന്നും സ്വയം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഈ അസ്വസ്ഥ ഭരിതമായ അവസ്ഥയിൽ MT മുഖേന ഖലീഫത്തുൽ മസീഹിന്റെ ഖുത്ബകളുമായി എനിക്ക് ബന്ധമുണ്ടായി. मसीह कहती थी कि सारे मुसलमान अहमदियों को काफिर क्यों कहते हैं. आखिर में എൻ്റെ അന്തരംഗത്തിൽ നിന്നും दोस्त से हुआ. ഒരു ശബ്ദമുയർന്നു, फिर फ्रांस ഹജരത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം സത്യവാനാണ്. फिर आखिर इस इलाके के मुबल्लिग അതോടൊപ്പം തന്നെ എല്ലാ മുസ്ലിങ്ങളും അഹമ്മദികളെ എന്തുകൊണ്ടാണ് കാഫിർ എന്ന് പറയുന്നതെന്നും എൻ്റെ ഉള്ളിൽ ചോദ്യമുയർന്നു. जमाती कुतुब पढ़ने को दी. അവസാനം തൻസാനിയയിലെ ഒരു അഹമ്മദി സുഹൃത്തുമായും പിന്നെ ഫ്രാൻസിലെ ഒരു അഹമ്മദി സുഹൃത്തുമായും അവസാനം ഈ പ്രദേശത്തുള്ള മുബല്ലിഗ് മുസമ്മിലുമായും ഞാൻ ബന്ധപ്പെട്ടു. അവരെല്ലാവരും എനിക്ക് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ തന്നു. അതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം ഞാൻ ബൈത്ത് ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ തന്റെ നാട്ടിൽ തബ്ലീഗ് ചെയ്യുകയും ആ തബ്ലീഗ് കാരണം ജമാഅത്ത് വളരുകയും ചെയ്തു. कि കാൻഗോ കുൻഷാസയിലെ അമീർ സാഹിബ് പറയുന്നു, वहाँ मैडम मुआनी तिबू साहिबा हैं. इनका ताल्लुक जमात वगैरह से है. 82 साल की उम्र है. അവിടെ कि मुसलमान ഒവേറ ജമാഅത്തിന്റെ മേധം വാനി തിപ്പു സാഹിബ എന്നൊരു സ്ത്രീയുണ്ട്. അവർക്ക് 82 വയസ്സായിരുന്നു പ്രായം. പറയുന്നു, ഞാൻ മുസ്ലിം ആയിരുന്നു, പക്ഷേ 42ാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനിയായി. കാരണം എൻ്റെ മകൻ ഒരു ചർച്ചിൽ പാതിരിയായിരുന്നു.
ഒരു ദിവസം റേഡിയോയിൽ ഖലീഫത്തുൽ മസീഹിന്റെ ഖുതുബയുടെ ഫ്രഞ്ച് തർജ്ജമ കേട്ടു. അത് കേട്ട ഉടനെ മിഷൻ ഹൗസിലേക്ക് ഫോൺ വിളിച്ച് താൻ കാലഘട്ടത്തിന് ഇമാമിന് ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചു. കൂടാതെ തന്റെ മകനോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ അഹമ്മദികൾ എന്റെ ജനാസ നമസ്കരിക്കുന്നതാണ്. ക്യാമറൂണിലെ മൊബൈൽ ഇൻചാർജ് പറയുന്നു, അവിടെ മാറോവ എന്ന സ്ഥലത്തുള്ള ഉമർ സുബൈർ സാഹിബ് 2022 ക്യാമറൂൺ ജൽസ സാലാനയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അദ്ദേഹം മൗലവി സാഹിബിനോട് താൻ അഹമ്മദിയായ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. ഉമർ സാഹിബ് പറയുന്നു, MT ആഫ്രിക്ക മുഖേന എനിക്ക് ജമാഅത്തിനെ കുറിച്ച് പരിചയമുണ്ടായി. ഞാൻ വളരെ താല്പര്യത്തോടെ ഖലീഫത്തുൽ മസീഹിന്റെ ജുമാ ഖുതുബകൾ കേട്ടുകൊണ്ടിരുന്നു. ഓരോ ഖുതുബയോടൊപ്പം ജമാഅത്തുമായുള്ള എൻ്റെ ബന്ധം വർദ്ധിച്ചു വന്നു. എൻ്റെ അറിവിലും വർധനമുണ്ടായി. 2021 നവംബറിലെ ആദ്യ ജുമാ ഖുതുബയിൽ ഖലീഫത്തുൽ മസീഹ് തഹരീഖ് ജദീദിന്റെ സംഭവങ്ങളും ത്യാഗങ്ങളും വിവരിച്ചപ്പോൾ ഇസ്ലാമിന് വേണ്ടി ഇത്രമാത്രം ത്യാഗങ്ങൾ ചെയ്യുന്ന ഈ ജമാഅത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. എൻ്റെ ഹൃദയത്തിന് നല്ല സംതൃപ്തിയുമായി ഞാൻ ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ഞാൻ വളരെ തൃപ്തിയിലും സമാധാനത്തിലുമാണ് കഴിച്ചു കൊടുക്കുന്നത്. സിയറലിയോൺ വുഡുലു എന്ന സ്ഥലത്തുള്ള മൊറബി അൽഫ സാഹിബ് പറയുന്നു, കഴിഞ്ഞ വർഷം അൽഫ സാഹിബിന് എൻ്റെ ഖുതുബകൾ MT മുഖേന കാണാൻ അവിടെയുള്ള ലോക്കൽ ജമാഅത്ത് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം തന്റെ കുടുംബത്തിനോടൊപ്പം ഖുതുബകൾ കേൾക്കാൻ വന്നു. ഖുതുബ കേട്ടപ്പോൾ അദ്ദേഹം ഏറെ പ്രഭാവിതനാകുകയും കുടുംബത്തിലെ 8 അംഗങ്ങളോടൊപ്പം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ പ്രവേശിച്ച ശേഷം വളരെ ആത്മാർത്ഥമായി ജമാഅത്തി സേവനങ്ങളിൽ പങ്കെടുക്കുന്നു. അവിടെ മസ്ജിദ് പുതുക്കി പണിതപ്പോൾ മുഴുവൻ സമയവും കൂലിപ്പണിക്കാരെ പോലെ വക്കാറാമൽ ചെയ്തുകൊണ്ടിരുന്നു, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു. നഫല് നോമ്പുകൾ എടുക്കുകയും അവിടെയുള്ളവർക്ക് നോമ്പ് തുറക്കുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ അമീർ സാഹിബ് എഴുതുന്നു, ഇവിടെ ജമാഅത്തിലെ തബ്ലീഗ് സെക്രട്ടറിക്ക് ഒരു പ്രസ് ഉണ്ട്. അതിൽ ബിലാൽ എന്ന പേരുള്ള ഒരു യുവാവ് ജോലി ചെയ്യുന്നുണ്ട്. അയാൾക്ക് ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ നമ്മുടെ കേന്ദ്ര മസ്ജിദിൽ വരാൻ തുടങ്ങിയും അവിടെ എൻ്റെ ഖുതുബകൾ കേൾക്കാൻ അങ്ങനെ അവസരം ലഭിക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം ബൈഅത്ത് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായെങ്കിലും മക്കളില്ലായിരുന്നു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അള്ളാഹു നമുക്ക് മക്കളെ തരാൻ വേണ്ടി ഖലീഫത്തുൽ മസീഹിന് ദുആക്ക് എഴുതാം. ജനങ്ങളെല്ലാം പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് എഴുതി നോക്കാം. അദ്ദേഹം തന്റെ ഭാര്യയെ ദുആക്ക് വേണ്ടി അപേക്ഷിച്ച് ഒരു പരീക്ഷണം നടത്താം എന്ന കാര്യത്തിൽ എത്തിച്ചു. അതിന് സമ്മതിപ്പിച്ചു. അങ്ങനെ ദുആക്ക് വേണ്ടി അപേക്ഷയും അയച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവരുടെ ഭാര്യ ഗർഭിണിയായി. ഇത് ഖലീഫത്തുൽ മസീഹിന്റെ ദുആയുടെ ഫലമായി അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ ഔദാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ബോധ്യമായി. അങ്ങനെ അവരും ബൈഅത്ത് ചെയ്തു. ബെൽജിയം അമീർ സാഹിബ് പറയുന്നു, മൊറോക്കയിൽ ഒരു സുഹൃത്ത് കുറെ കാലമായി അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ അഹമ്മദിയത്തിനെ കുറിച്ച് നീണ്ട കാലമായി അദ്ദേഹം പഠിക്കുന്നു. ശേഷം ബൈഅത്ത് ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ചെറുപ്പം മുതൽ നിരവധി പണ്ഡിതന്മാരുടെ കൂടെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. എന്നാൽ ഖലീഫത്തുൽ മസീഹിന്റെ ഖുതുബകൾ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യനെ അള്ളാഹുവിന്റെ സമീപസ്ഥനാക്കുന്നു. ഈ ഖുതുബകൾ കേട്ട ശേഷം എനിക്ക് നമസ്കാരങ്ങളിലും ആനന്ദം ലഭിച്ചു തുടങ്ങി. അള്ളാഹു എനിക്ക് സത്യസ്വപ്നങ്ങളും കാണിച്ചു തരുന്നു. അഹമ്മദിയത്ത് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ടായിരുന്നു. കെനാമ എന്ന സെറേലിയോണിലുള്ള സ്ഥലത്തുള്ള മൊറബി എഴുതുന്നു, ഒരു സ്ഥലത്ത് 500-ലധികം അനഹമ്മദികളായ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അഹമ്മദികൾ മാത്രമാണ് ഇസ്ലാമിന്റെ സത്യപാതയിൽ ഉള്ളവർ. നാം അവരെ വെറുക്കുന്നു, കാരണം അവർ എപ്പോഴും സത്യം മാത്രം പറയുന്നവരാണ്. എന്തെങ്കിലും വെളുത്ത സാധനമുണ്ടെങ്കിൽ അതിന് വെള്ള എന്ന് പറയും, എന്നാൽ നമ്മൾ കറുത്ത വസ്തുക്കളെ വെള്ള എന്ന് പറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കുള്ളിൽ പരിശുദ്ധിയും ഐക്യവുമില്ല. ആ പ്രദേശത്തുള്ള ഇമാം സാഹിബ് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ അഹമ്മദിയ ഖലീഫയുടെ ഖുതുബകൾ കേൾക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം മനസ്സിലാവുന്നതാണ്. ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും എല്ലാ ജുമാ ദിവസവും അവരുടെ ഖലീഫയുടെ ഖുതുബകൾ കേൾക്കുന്നു. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതാണ്. ഖുതുബ അവസാനിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുകയില്ല, അവസാനിക്കരുത് എന്ന് തോന്നും. മുഷാക്ക റീജിയനിലുള്ള മുബലിക് സാഹിബ് പറയുന്നു, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ബാങ്കിലേക്ക് പോയതായിരുന്നു. അവിടെയുള്ള പണി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് തോന്നി. അങ്ങനെ ഞാൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി ചെന്നു. അവിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ടി.വിയിൽ MT പരിപാടി വരുന്നുണ്ടായിരുന്നു. എൻ്റെ റെക്കോർഡ് ചെയ്ത ഒരു ഖുത്ബ അവിടെയുള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന നോക്കി നടത്തിപ്പുകാരോട്, സംഘാടകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പലപ്പോഴും ഈ ചാനൽ കാണാറുണ്ട്. ഈ ചാനൽ വളരെ നല്ല കാര്യങ്ങളാണ് സംപ്രേഷണം ചെയ്യുന്നത്. വളരെ പ്രയോജനകരമാണ് ഈ ചാനൽ. കാണുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയും അള്ളാഹു ജമാഅത്തിന്റെ തബ്ലീഗിനുള്ള സാഹചര്യം ഒരുക്കുന്നു. അന്യർക്ക് ഖിലാഫത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കുന്നു. മാലിയിലെ മുബല്ലിഗ് എഴുതുന്നു, ഉമർ മാസ് സാഹിബ് പറയുന്നു, ഇവിടെയുള്ള ഗിനി റീജിയനിലുള്ള മെമ്പറായ ജാല സാഹിബ് പറയുന്നു, ഒരു അപകടം സംഭവിച്ച് അദ്ദേഹത്തിന്റെ കാലിലെ എല്ലുകൾ പൊട്ടിയിരുന്നു. അദ്ദേഹം ഒരുപാട് ചികിത്സ നടത്തി. നാടൻ ചികിത്സ നടത്തിയത് കൂടാതെ ഡോക്ടർമാരെ കൊണ്ടും പരിശോധിപ്പിച്ചു. വളരെ മാസങ്ങൾക്ക് ശേഷം എല്ലുകൾ കൂടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഏറെ അസ്വസ്ഥതയിലായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ദുആയോടൊപ്പം സ്വപ്നത്തിൽ തന്നെ ഞാൻ ആമീൻ പറയുന്നുണ്ടായിരുന്നു. പറയുന്നു, അതിനുശേഷം ഞാൻ ഉണർന്നപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈകാലുകളിൽ തടവി. പറയുന്നു, അതിനുശേഷം അള്ളാഹു എനിക്ക് മേൽ ഒരുപാട് അനുഗ്രഹം ചൊരിഞ്ഞു. എല്ലുകൾ യോജിക്കാത്തത് കാരണം നിരാശ തുടങ്ങിയിരുന്നു. പക്ഷെ അത് മെല്ലെ മെല്ലെ യോജിച്ചു തുടങ്ങി. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആർക്കും തന്നെ എൻ്റെ കാലിലെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുകയില്ല. അള്ളാഹു ഇങ്ങനെയും ഖിലാഫത്തുമായി ബന്ധമുള്ളവരുടെ ബന്ധം സുദൃഢമാക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അന്യർക്കുമേൽ എന്ത് പ്രഭാവമാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അതിനെക്കുറിച്ച് കോൺഗോ ഷാ അമീർ സാഹിബ് എഴുതുന്നു, കോങ്കോയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ റേഡിയോ സ്റ്റേഷനുകൾക്ക് പുറമെ 23 പ്രാദേശിക FM റേഡിയോകൾ മുഖേനയും എല്ലാ ആഴ്ചയും തബ്ലീഗി തർബിയത്ത് പ്രോഗ്രാമുകൾ എൻ്റെ ജുമാ ഖുതുബകളും കൃത്യമായി സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ബന്ദുനോ എന്ന സ്ഥലത്ത് 2 പ്രാദേശിക TV സ്റ്റേഷനുകളിലും ഖുതുബകൾ നേരിട്ട് സംപ്രേഷണം ചെയ്യുന്നു. വളരെ നല്ല ഫീഡ്ബാക്കാണ്, പ്രതികരണമാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രാദേശിക ക്രിസ്ത്യൻ ഡോക്ടർ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇമാമിന്റെ ഖുതുബ കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ല പ്രഭാവം ചെലുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് അത് നിർവഹിക്കുന്നത്. നിങ്ങൾ അത് പ്രാദേശിക ഭാഷയിൽ ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നതാണ്. അള്ളാഹു ഇങ്ങനെയും ഇസ്ലാം അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അന്യനായ ഒരു വ്യക്തി ഖലീഫയുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു. ഇങ്ങനെ നമുക്ക് അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടായി വരുന്നു. ഒരു സമയമെത്തുമ്പോൾ ഇത്തരക്കാരുടെ അനുഭാവികളുടെ ഹൃദയങ്ങളും ഇൻഷാ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ്. അവർ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ പൂർണ്ണമായും തിരിച്ചറിയുന്നതാണ്. ചുരുക്കത്തിൽ ഖിലാഫത്തിനോടൊപ്പം അനുഗ്രഹങ്ങളുടെ തുടർച്ചയുണ്ടാകുമെന്നത് ഹദ്രത്ത് മസീഹ് ഇസ്ലാമിനോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു. അത് വളരെ അത്ഭുതാവഹമായ രീതിയിൽ പുലർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ചിന്തകൾക്ക് അതിനെ വലയം ചെയ്യാൻ സാധ്യമല്ല. സ്വന്തം ആളുകൾക്കും അന്യരായ ആളുകൾക്കും ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങളും അള്ളാഹുവിന്റെ അടയാളങ്ങളും അഹമ്മദിയ ഖിലാഫത്തിനോടുള്ള അള്ളാഹുവിന്റെ പിന്തുണയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസ്യത്വത്തിൽ വന്നുകൊണ്ട് ലോകത്തെ ഒരു ഏക സമുദായമാക്കി മാറ്റാൻ ആഗതരായ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവല്ലെങ്കിൽ മറ്റെന്താണ്? അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ഇന്ന് ലോകത്ത് ഖിലാഫത്ത് സംവിധാനത്തിന് കീഴിൽ ഇസ്ലാമിന്റെ പുരോഗതിക്കും പ്രചാരണത്തിനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതികൂലമായ അവസ്ഥയിലും നമ്മൾ കാണുന്ന ഈ പുരോഗതികൾ അള്ളാഹുവിന്റെ കർമ്മസാക്ഷ്യത്തിനുള്ള തെളിവുകൾ തന്നെയാകുന്നു. അതല്ലെങ്കിൽ മറ്റെന്താണ്? എന്നാൽ
കണ്ണുകൾക്ക് അന്ധത ബാധിച്ചവർക്ക് എന്നാൽ അത് കാണാൻ സാധിക്കുന്നില്ല, देख रहे हैं അത് സാധിക്കുന്നതുമല്ല. वो अल्लाह ताला की ഇൻഷാ അല്ലാഹ് അഹമ്മദിയ ജമാഅത്ത് അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ചും की आंखें ഹദ്രത്ത് മസീഹ് ഇസ്ലാമിനും उसको नजर नहीं आता और ना आ सकता है. ഉണ്ടായ പ്രവചനം അനുസരിച്ചുള്ള अल्लाह ताला जमात अहमदिया ഖിലാഫത്ത് അല മിൻഹാജ് നുബുവത്ത് और हजरत ഹദ്രത്ത് മസീഹ് ഇസ്ലാം മുഖേന സ്ഥാപിതമായ ഖിലാഫത്ത് അല മിൻഹാജ് നുബുവത്തും ഖയാമത്ത് നാൾ വരെയും സ്ഥായിയായ നിലയിൽ തുടരുന്നതാണ്. ഒരു ശത്രുവിനും അതിനെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ കൂടുതൽ चलेगी, हमेशा कायम रहेगी. പ്രബലമാക്കാനും അഹമ്മദിയ ഖിലാഫത്തുമായി തങ്ങളെ കൂടുതൽ ബന്ധിപ്പിച്ചു നിർത്താനും करनी चाहिए. അതിനെ നിലനിർത്താനും അതിനുവേണ്ടിയുള്ള ഒരു ത്യാഗത്തിൽ നിന്നും പിന്മാറാതിരിക്കാനും നാം ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. और इसके कायम रखने के लिए किसी कुर्बानी से भी दरेग ना करें. अल्लाह ताला हम सबको इसकी तौफीक अता फरमाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.